കേരളത്തിന്റെ അഭിമാനമാണ് ഇടുക്കി. സ്വാതന്ത്ര്യാനന്തരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കിയുടെ മലനിരകളെ കേരളത്തോട് ചേർത്തു നിർത്തിയത് അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ ദീർഘവീക്ഷണമായിരുന്നു. ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിൽ സ്ഥാപിതമായ പട്ടം കോളനിയിലൂടെയാണ് ഇടുക്കിയെ കേരളത്തിന്റെ സ്വന്തമാക്കിയത്. രൂപീകരണത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന പട്ടം കോളനിയുടെ വിശേഷങ്ങളിലേക്ക്. അര അണ വിലയുള്ള ഭൂമിയിൽ അപേക്ഷിച്ച കർഷകർക്ക് പതിച്ചു നൽകിയത് 5 ഏക്കർ ഭൂമി. കർഷകനാണെന്ന് വിലയിരുത്തിയത് കയ്യിലെ തഴമ്പ് നോക്കി. പണിയായുധങ്ങളും വായ്പയും നൽകിയാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലയിലേക്ക് കർഷകരെ കുടിയിരുത്തിയത്. ഹൈറേഞ്ചിലേക്ക് എത്തിയ കർഷകരെ കാത്തിരുന്നത് പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു. എന്തോ ഒരു ദുരിതമായിരുന്നു. ഓരോരുത്തരും പട്ടിണി കിടന്ന് ഞങ്ങളൊക്കെ പട്ടിണി കിടന്നില്ല. ഓരോരുത്തരും പട്ടിണി കിടന്ന് പാണ്ടിയിലൊക്കെ പോയി ഓരോന്ന് വിറവ് കൊണ്ട് പോയി പാണ്ടിയുടെ സാധനം മേടിച്ചുകൊണ്ട് വരുന്നു. വെട്ടിറങ്ങിയിട്ട് വെയിലെളിയുമ്പോ എല്ലാരും വെയിലത്ത് പോയിരിക്കും. വെയിൽ കൊള്ളാന് ഭയങ്കര തണുപ്പാ. കടുത്ത മൂടൽ മഞ്ഞ, കൊടും തണുപ്പ, ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇടതൂർന്ന പോതപ്പുല്ല് നിറഞ്ഞ ഭൂമി. കർഷകർ നേരിട്ട പ്രതിസന്ധികൾ നിരവധിയായിരുന്നു. തമിഴ് ഭൂരിപക്ഷ മേഖലകളായ ഇന്നത്തെ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകൾ കേരളത്തിനൊപ്പം നിലനിർത്തുക എന്നതായിരുന്നു ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം. പട്ടം കോളനിക്ക് പുറമെ കാന്തല്ലൂർ, ദേവിയാർ കോളനികളും സ്ഥാപിച്ചു. ഇന്നത്തെ നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പട്ടം കോളനിയിൽ 5 ഏക്കർ വീതമുള്ള 1397 ബ്ലോക്കുകളാണ് അനുവദിച്ചത്. മുണ്ടിയിരുമയിലും തേർഡ് ക്യാമ്പിലും പൊതു ആവശ്യങ്ങൾക്കായും ഭൂമി നീക്കിവെച്ചു. മലയോര കുടിയേറ്റ കർഷക ജനതയുടെ ഏറ്റവും വലിയ അവിസ്മരണീയമായ ഒരു ദിനത്തിലേക്കാണ് 70ാമത് വാർഷികത്തിലേക്ക് പട്ടം കോളനി കടക്കുന്നത്. ഈ മണ്ണിൽ അത്യധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കി മണ്ണിൽ വിയർപ്പ് ഉണ്ടാക്കി സുഗന്ധവ്യഞ്ജന മേഖലയുടെ പ്രദേശമാക്കി ഈ പ്രദേശത്തെ മാറ്റിയ ഒരു കൂട്ടം കർഷക ജനതയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ കഥകളാണ് 70 ആണ്ട് പിന്നിടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. തമിഴ്നാടിന്റെ ഭാഗമായി മാറിപ്പോവേണ്ട ഈ പ്രദേശത്തെ എല്ലാം കേരളത്തിന്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ പട്ടം താണുപിള്ള നടത്തിയ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടും ശക്തമായിട്ടുള്ള നീക്കവുമായിരുന്നു കല്ലാർ പട്ടം കോളനിയിൽ കർഷകരെ കുടിയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത്. കർഷകർക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ഭൂമി അനുവദിച്ചു. ഒപ്പം വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ആരംഭിച്ചു. നാനാജാതി മതസ്ഥരെയും ഒരുപോലെ ഉൾപ്പെടുത്തിയാണ് ഭൂമി അനുവദിച്ചത്. 1955 ജനുവരി മാസം 20-ാം തീയതി ഭൂമി 5 ഏക്കർ കൃഷിക്കാർക്ക് കൃഷി ചെയ്ത് അവരുടെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 5 ഏക്കർ വീതം ഭൂമിയാണ് അന്ന് നൽകിയിരുന്നത്. അങ്ങനെ 5 ഏക്കർ വീതം ഭൂമി നൽകിയിരുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ചവർക്ക് ജീവിക്കാൻ മതിയായ ഒരു സാഹചര്യമില്ല. കാരണം ആഹാര വസ്തുക്കൾ, യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ബാല്യത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്ന വാഹന സൗകര്യം എന്ന് പറയുന്നത് കുമളി മൂന്നാർ എന്ന ഒരു MPT എന്ന് പറയുന്ന ഒരു ബസ് മാത്രമാണ്. അത് പാമ്പാടംപാറ വഴി പോകും. അപ്പോൾ പാമ്പാടംപാറ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു വേണം നമ്മൾ ഈ പട്ടം കോളനി പ്രദേശത്തേക്ക് കടന്നു വരാനായിട്ട്. ബാക്കി കുറേ ആൾക്കാർ നെടുങ്കണ്ടം, കോമ്പയാർ ഭാഗത്ത് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് നെടുങ്കണ്ടത്തി എന്നിറങ്ങാം. ബാക്കിയുള്ളവർ പാമ്പാടംപാറയിൽ നിന്ന് ഇറങ്ങി വേണം വരാൻ. അങ്ങനെ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ നടന്ന് ചുമടുമായിട്ട് നാട്ടിൽ നിന്ന് എല്ലാ ചുമടും ആഹാര സാധനങ്ങളടക്കം ഉള്ളത് കൊണ്ടിരുന്നത് നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് കൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ടിരുന്ന വഴിക്ക് വന്യമൃഗങ്ങളുടെ ശല്യം, കാട്ടാനയുടെ ഉപദ്രവം അടക്കമേറ്റ് പലരും മരിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങളടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പട്ടം കോളനി അനുവദിച്ച പട്ടം കോളനിയുടെ
കുടിയിരുത്തപ്പെട്ട കൃഷിക്കാർക്ക് ഉപജീവനത്തിന് വേണ്ടി ആണ് അന്ന് 900 രൂപ ലോൺ അനുവദിക്കുന്നത്. ബ്ലോക്ക് അനുവദിച്ച കൂട്ടത്തിൽ തന്നെ 900 രൂപ ലോൺ അനുവദിച്ചു. പട്ടം കോളനിയുടെ വിജയകഥ കൂട്ടായ്മയുടെ വിജയഗാഥയാണ്. നാടിന്റെ സപ്തതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷമാക്കുകയാണ് നാട്ടുകാർ.